ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് ഞാനിവിടെ ജസ്റ്റ് നമുക്ക് അതായത് ഞാനൊരു നേഴ്സായതുകൊണ്ട് നേഴ്സിങ്ങിനെ കുറിച്ച് കുറച്ച് എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാവുന്നോർത്താണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ബി എൽ എസ് സത്യം പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട്, അത് ഒരുമാതിരി എല്ലാ നേഴ്സുമാർക്കും അറിയാവുന്നതാണ്. എങ്കിലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ നോർമലായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് പോയിട്ട് പിന്നീട് നമ്മൾ ഡ്യൂട്ടിയിലേക്കൊക്കെ കയറുമ്പോൾ അതിൻ്റെ ആ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു പോകാറുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ബി എൽ എസിൽ ആക്ച്വലി സി പി ആർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ആക്ച്വലി സി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാർഡിയക് അറസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻ ആസ് അബ്രപ്റ്റ് സെസേഷൻ ഓഫ് സ്പോണ്ടേനിയസ് ആൻഡ് എഫക്റ്റീവ് വെന്റിലേഷൻ ആൻഡ് സിസ്റ്റമിക് പെർഫ്യൂഷൻ. അതായത് സഡൻ സെസേഷൻ ഓഫ് ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. അങ്ങനെയുള്ള സമയമാണ് ഈ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പല കോസസ് ഉണ്ട് കാർഡിയക് അറസ്റ്റിന്. ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ കോസസ്. മെക്കാനിക്കൽ കോസസ് എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തുവാണ് മെക്കാനിക്കൽ കോസസ്? ബേൺസ് വരാം. അതായത് ബേൺസിൽ ഹൈപ്പോവോളിമിക് ഷോക്ക് ഉണ്ടാവും. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം. അതായത് ആസ്പിറേഷന്, ഫോളിങ് ഓഫ് ടങ്, അതെല്ലാം ഒബ്സ്ട്രക്ഷനാണ്. പിന്നെ ഡ്രോണിങ്, സ്ട്രാങ്കുലേഷൻ, പിന്നെ സ്മോക്ക് ആൻഡ് ഗ്യാസ് ഇൻഹാലേഷൻ, അതെല്ലാം നമുക്ക് ഏതിൽ വരും? മെക്കാനിക്കൽ കോസിലാണ് വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് കാർഡിയാക് കോസസ്. കാർഡിയാക് കോസസിലുള്ള ഏതാണ്? കൊറോണറി ആർട്ടറി ഡിസീസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, കാർഡിയാക് ടംപണൈഡ്, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, ഇതെല്ലാം നമുക്ക് കാർഡിയാക് കോസസ് ആണ്. പിന്നെ അടുത്ത വരുന്നത് റെസ്പിറേറ്ററി ആണ്. റെസ്പിറേറ്ററിയിൽ ഏതൊക്കെ വരും? സിങ്കോപ്പൽ അറ്റാക്സ്, അത് റെസ്പിറേറ്ററി ആണ്. ന്യൂറോ മസ്കുലർ ഡെഫിഷ്യൻസി വരാം. COPD, കൊറോണറി ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, പിന്നെ പൾമണറി എംബോളിസം, ന്യൂമോണിയ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെസ്പിറേറ്ററിയിൽ വരുന്നതാണ്. പിന്നെ അടുത്തായിട്ടുള്ളത് ഏതാണ്? ഡ്രഗ് സംബന്ധമായിട്ട് പറയുവാണെങ്കിൽ ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ് കഴിക്കുക, പോയിസണിങ്, സെഡേറ്റീവ്സ് ആൻഡ് മസിൽ റിലാക്സൻ്റ്, ഡിഗോക്സിൻ ടോക്സിസിറ്റി, ഇതെല്ലാം നമുക്ക് ഈ ഡ്രഗിൻ്റെ അതിൽ വരുന്ന, അതായത് ആ കോസസിലുള്ള ഉൾപ്പെടുന്നതാണ്. പിന്നെ അടുത്ത മെറ്റബോളിക് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അതിൽ കൂടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവാം. അതായത് ഷുഗർ കൂടുന്ന അവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറയുന്ന അവസ്ഥ ഉണ്ടാവാം. മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാവാം, യുറീമിയ ഉണ്ടാവാം. ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ നാട്രീമിയ, സോഡിയം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മെറ്റബോളിക് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നോക്കേണ്ടത്? ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ CPR ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നത്. ഈ CPR എന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബ്രെയിനിനെയും ഹാർട്ടിനെയും ഒക്കെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ഒരു പർപ്പസാണ് ഇതിനുള്ളത്. അത് പറയുന്നത് എങ്ങനെയാണ്? CPR ഈസ് എ ബേസിക് ലൈഫ് സപ്പോർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഓക്സിജനേറ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് ഹാർട്ട് until the appropriate medical treatment can restore the normal heart and brain function. അതാണ് അതിന് നമുക്ക് CPRന് കറക്റ്റായിട്ടൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഈ CPR ഒക്കെ കൊടുത്ത് പേഷ്യൻ്റ് നമുക്ക് അതിനെ റിവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് നമുക്ക് അട്രോപ്പിൻ, അഡ്രിനാലിൻ, അങ്ങനെ കുറേ നമ്മുടെ എമർജൻസി ഡ്രഗ്സുകളുണ്ടല്ലോ. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പമിൻ, ഡോബുട്ടാമിൻ, കോഡ്രോൺ, സൈലോക്കാഡ്, മഗ്നീഷ്യം, അഡിനോസിൻ, ലാസിക്സ്, അങ്ങനെ എമർജൻസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മെഡിസിൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ഈ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ അട്രോപ്പിൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ അട്രോപ്പിൻ എന്തിനാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര ml ആണ്, അതെല്ലാം പറയുകയാണെങ്കിൽ അട്രോപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എത്ര ml ആണ്? 1 ml ആണ്. ഈ 1 ml എന്ന് പറഞ്ഞാൽ അത് എത്ര mg ആണ്? 0.6 mg ആണ് ഈ അട്രോപ്പിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ഷൻ എന്തുവാണ്? അതെന്ന് പറയുന്നത് ഇതൊരു വാഗോലൈറ്റിക് സിമ്പതോലൈറ്റിക് ആൻഡ് ആൻറ്റികോളിനർജിക് ഡ്രഗാണ്. ഇത് എന്ത് ചെയ്യും? ഇറ്റ് ഇൻഹിബിറ്റ്സ് വേഗൽ നെർവ് ഇമ്പൾസസ് ആൻഡ് പിന്നെ എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ
സെക്രീഷൻസിനെയൊക്കെ എന്ത് ചെയ്യും, ഓൾസോ ഡിക്രീസസ് ദ സെക്രീഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് കൺസ്ട്രക്ഷൻ എബിലിറ്റി. അത് നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ അട്രോപ്പിൻ കൊടുക്കേണ്ടത്? ബ്രാഡികാർഡിയ, കാർഡിയക് അസിസ്റ്റോൾ, AV നോഡ് ബ്ലോക്ക്, മൈട്രിയാട്രിക്സ്, അനസ്തേഷ്യ, ഇങ്ങനെയുള്ള സംഗതികളിലെല്ലാം, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അട്രോപ്പിൻ കൊടുക്കും. അപ്പോൾ ഈ അട്രോപ്പിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാവാം വരാവുന്നത്? മെൻ്റൽ കൺഫ്യൂഷൻ വരാം, ടക്കിക്കാർഡിയ വരാം, ഡ്രൈനെസ് ഓഫ് മൗത്ത് വരാം, നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവാം. പിന്നെ ECG ചേഞ്ചസ് ആയിട്ടുള്ള വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, പിന്നെ ആബ്സെൻസ് ഓഫ് സെറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ അട്രോപ്പിൻ്റെ സൈഡ് എഫക്റ്റാണ്. നമ്മളൊരു മെഡിസിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും അതിൻ്റെ ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനും എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട്. കാരണം വെച്ചാൽ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് വരുമ്പോഴേ നമ്മൾ അട്രോപ്പിൻ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 0.6 mg റിപ്പീറ്റ് അപ് ടു എത്ര വരെ കൊടുക്കാം? 3 mg ഫോർ കാർഡിയക് അറസ്റ്റ് ഇൻ IV. 1 to 2, അതായത് 1-2 ആംബ്യൂൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ കാർഡിയക് അറസ്റ്റിൽ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഏതാണ്? അഡ്രിനാലിനാണ്. കാരണം വെച്ചാൽ ഈ അട്രോപ്പിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ പെട്ടെന്ന് കൊടുത്ത് നമ്മൾ ഓൾറെഡി അസിസ്റ്റോൾ, അതായത് നമ്മൾ ആ കണ്ടീഷൻ എടുത്ത് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെയുള്ളത് നമ്മുടെ അഡ്രിനാലിനാണ്. അഡ്രിനാലിന് അതാണെങ്കിലും നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് അഡ്രിനാലിൻ. 1 ml = 1 mg എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത് 1 ml വെച്ചാണ് ഒരു ഇഞ്ചക്ഷൻ പോകുന്നത്. അതിൻ്റെ mg എന്ന് പറയുന്നത് 1 mg ആണ്. നമുക്ക് കാൽക്കുലേഷൻ അതുകൊണ്ട് ഈസിയാണ്. 1 ml 1 mg എന്ന് പറയുമ്പോഴത്തേക്കും ഈ അഡ്രിനാലിന് നമുക്ക് എന്ത് ചെയ്യും? കാർഡിയക്, അതായത് ഹാർട്ട് റേറ്റ് കൂട്ടും, അതിൻ്റെ പേഷ്യൻറ്റിനെ റിവേർട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരും. അതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇൻഫ്യൂഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 4 ആംബ്യൂൾ എടുത്തിട്ട് 4 ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ എത്ര mg വരും? 4 mg വരും. 4 mg 46 ml NS ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ അഡ്രിനാലിൻ ഇൻഫ്യൂഷൻ കൊടുക്കേണ്ടത്. അതായത് 46 + 4 = 50 ml. 50 ml എന്ന് പറയുമ്പോൾ എത്ര വരും? 4/50 എന്നാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ അതായത് ഇൻഫ്യൂഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് നമുക്ക് പോകുന്ന ഒരു ഇഞ്ചക്ഷൻ കാൽസ്യം ഗ്ലൂക്കണേറ്റ്. കാൽസ്യം ഗ്ലൂക്കണേറ്റ് എന്ന് പറയുന്നത് അത് 1 ml ആംബ്യൂൾ എന്ന് പറയുന്നത് 10 ml ആണ്. 10 ml എന്ന് പറഞ്ഞത് എത്ര mg ആണ്? 1000 mg. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മയോകാർഡിയൽ കൺട്രാക്റ്റിബിലിറ്റിയും ഫോഴ്സ് കൺട്രാക്ഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എന്തെടുക്കും? ബ്ലഡിൻ്റെ കൊയാഗുലേഷനും ഇലക്ട്രോലൈറ്റ് ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അതാണ് ഈ നമ്മുടെ കാൽസ്യം ഗ്ലൂക്കണേറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണ്? ഹൈപ്പർ കലീമിയയിലും ഹൈപ്പോ കാൽസ്യമയിലും അസിസ്റ്റോളിലുമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കാൽസ്യം ഗ്ലൂക്കണേറ്റ് ഇഞ്ചക്ഷൻ പേഷ്യൻസിന് കൊടുക്കുന്നത്. അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ അഡൽറ്റിന് 10 mg per kg ഓഫ് ബോഡി വെയ്റ്റ് ആണ്. അതായത് 10 mg 1 കിലോ വെയ്റ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. IV സ്ലോലിയാണ് കൊടുക്കുന്നത്. പീഡിയാട്രിക്കിനാണെങ്കിൽ 20 mg per kg ബോഡി വെയ്റ്റിലുമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ബോൺ സ്റ്റിഫ്നെസ് ഉണ്ടാവും, യൂറിനറി സ്റ്റോൺ ഉണ്ടാവും, ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവും. ഇതെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ്. പിന്നെ അടുത്ത നമ്മുടെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡ ബൈകാർബണേറ്റ് ആണ്. സോഡ ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ 25 ml ആണ്. 25 ml എന്ന് പറഞ്ഞാൽ 25 MEQ, അതായത് mmol, അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൽക്കനൈസറാണ്. അത് ലാക്റ്റിക് ആസിഡിനെ ന്യൂട്രലൈസസ് ചെയ്തിട്ട് വാട്ടറും സോഡിയം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഫോം ചെയ്യും. ഇത് നമ്മുടെ ആസിഡോസിസിനെ റിഡ്യൂസ് ചെയ്യിപ്പിക്കും. ഈ അഡൽറ്റിൻ്റെ ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 1 mmol per kg ഓഫ് ബോഡി വെയ്റ്റ് എന്നാണ്. അതായത് 1 കിലോയ്ക്കുള്ള ബോഡി വെയ്റ്റിൽ 1 mmol ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പീഡിയാട്രിക്കിനാണെങ്കിലോ 1 MEQ per kg ഓഫ് ബോഡി വെയ്റ്റ് എന്നാണ്. 1:1 ഡൈല്യൂഷനാണ് ഇത് വരുന്നത്. പിന്നെയുള്ളത് നമുക്ക് ഇൻഡിക്കേഷൻസ് പറയാം. ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്? യൂറിനറി ആൽക്കനൈസേഷൻ ഉണ്ടാവുമോ, മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാവുമോ, സിവിയർ ആൽക്കലോസിസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്? ഹൈപ്പർ നൈട്രീമിയ ഉണ്ടാവാം, ഹൈപ്പോ കലീമിയ ഉണ്ടാവാം, മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാവാം. ഇതൊന്നും ഞാൻ എന്തുവാണ് ഈ ഹൈപ്പോ നൈട്രീമിയ, ഹൈപ്പർ നൈട്രീമിയ, ഹൈപ്പോ കലീമിയ എന്ന് പറയാത്തത്? കാരണം വെച്ചാൽ ഇത് നഴ്സസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതായത് ആവശ്യമുള്ളത്.
അപ്പോൾ അവർക്ക് എന്നാലും ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുക. കാരണം വെച്ചാൽ ഒത്തിരി ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കഴിയുമ്പോൾ കുറേ ടൈം ആവുന്നത് കൊണ്ടാണ് ഞാനതൊന്നും എന്താണ് എന്ന് പറഞ്ഞ് അത് ജസ്റ്റ് ഒരു ഇതായിട്ട് തന്നെ പോകുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ സൈലോകാർഡ് എന്ന് പറയുന്നത് അതൊരു 1 വയൽ എന്ന് പറയുന്നത് 50 ml ആണ്. 50 ml എന്ന് പറഞ്ഞാൽ അത് എത്ര mg ആണ്? 1000 mg. അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ അതിന് ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ വെൻട്രിക്കിളിൻ്റെ അതിൻ്റെ ഏത് സമയത്താണ്? ഡയസ്റ്റോള്. ഡ്യൂറിങ് ഡയസ്റ്റോളിൻ്റെ ടൈമിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ത്രഷോൾഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അത് മയോകാർഡിയത്തിൻ്റെ ഓട്ടോമാറ്റിസിറ്റി റെഡ്യൂസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതെന്തിനെ സഹായിക്കും? നമ്മുടെ വെൻട്രിക്കുലർ എക്ടോപിക് ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ സൈലോകാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി മെഡിസിൻസൊക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് ആൻറ്റി ഡിസെറിത്മിക് ഏജൻറ്റ് ഫസ്റ്റ് ബി ക്ലാസ് 1B എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മെഡിസിനാണിത്. ഇതെന്ന് പറയുന്നത് മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്യും, decreases the inflow of sodium into cell, decreases rate of depolarization, decrease the automaticity of the heart. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഏതൊക്കെ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ VT, VF, VPVS, കാർഡിയാക് സർജറി, ഡിജിറ്റാലിസ് ടോക്സിസിറ്റി, ഈ സമയങ്ങളൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽറ്റിന് 1 mg/kg ഓഫ് ബോഡി വെയ്റ്റ് IV ബോളസും കൊടുക്കും. പീഡിയാട്രിക്കിന് 1 mg/kg ബോഡി വെയ്റ്റിൽ തന്നെ അതും സെയിം തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ബോഡി വെയ്റ്റ് അനുസരിച്ച് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടും. അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്രാഡികാർഡിയ ഉണ്ടാവാം, ഹൈപ്പോടെൻഷൻ ഉണ്ടാവാം, കൺവൾഷൻ ഉണ്ടാവാം. ഇതെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ CPR ഒക്കെ കൊടുത്തു. CPRന് ശേഷം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം? അതായത് നമ്മൾ CPR കൊടുക്കുന്നതിന് മുഖാന്തരമായിട്ട് പേഷ്യൻസിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന? ഒന്ന് ട്രോമ ഉണ്ടാവാം, പിന്നെ ആണെങ്കിൽ റിബ്സ് സ്റ്റേണൊക്കെ ഫ്രാക്ചർ ആവാം, പിന്നെ ന്യൂമോതൊറാക്സ് ഉണ്ടാവാം, ഹീമോതൊറാക്സ് ഉണ്ടാവാം, റപ്ചേർഡ് സ്പ്ലീൻ ഉണ്ടാവാം, ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, സർവിക്കൽ നെക്ക് ഇഞ്ചുറി ഉണ്ടാവാം, റീനൽ ഫെയിലിയർ ഉണ്ടാവാം. ഇതെല്ലാം നമ്മളൊരു കംപ്രഷൻ കൊടുത്തതിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ റീസസിറ്റേഷന് ശേഷം ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി നമ്മുടെ ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്തുവാണ്? പണ്ടൊക്കെയാണ് ABCD എന്നാണ് അത് നമ്മുടെ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ എങ്ങനെയാണത്? CABD എന്നാണ്. അതായത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സർക്കുലേഷൻ്റെ ഉള്ള കംപ്രഷനാണ്, പിന്നെ ഏതാണ്? എയർവേ, പിന്നെ ബ്രീത്തിങ്, പിന്നെയാണ് ഡിഫിബ്രിലേഷൻ വരുന്നത്. അപ്പോൾ അതിലൊരു ചേഞ്ച് നമ്മൾ പണ്ട് കാലം തൊട്ട് പഠിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ എപ്പോഴും ആൾക്കാർക്ക് ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ് കരോട്ടിഡ് പൾസ് നോക്കുന്ന ഏരിയ. നമുക്കൊരു തൊട്ട് കാണിക്കാൻ അറിയാമായിരിക്കും, പക്ഷെ അത് എവിടെയാണെന്ന് പറയാനായിട്ടൊരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക്, നഴ്സുമാർക്ക് കൂടുതലും കാരണം വെച്ചാൽ ഇൻ്റർവ്യൂസൊക്കെ നടത്തുമ്പോഴത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ പറയാൻ അറിയില്ല, അവർക്ക് കാണിക്കാൻ അറിയെങ്കിൽ പറയാൻ അറിയില്ല. അത് പറയുന്നത് എങ്ങനെയാണ്? അതെവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നത് സ്റ്റേണോ ക്ലീഡോ മാസ്റ്റോയിഡ് മസിൽ എന്ന് പറഞ്ഞാൽ ബിലോ ദ തൈറോയിഡ് കാർട്ടിലേജ്, അവിടെയാണ് ഏത് കാണപ്പെടുന്നത്? കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനായിട്ടുള്ള എന്തുവാണ്? ഈ മെയിനായിട്ട് ചുമ്മാ എല്ലാവർക്കും അറിയേണ്ടതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആംബു ബാഗ്. ഈ ആംബു ബാഗിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആംസ്ട്രോങ് മാൻഡേറ്ററി ബ്രീത്തിങ് യൂണിറ്റ്. അതാണ് നമ്മുടെ ആംബു ബാഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഓരോ ഇൻഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, എങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡോപ്പമിൻ, ഡോബുട്ടാമിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കാൽക്കുലേഷൻ അറിയാം, അതിൻ്റെ കോൺസെൻട്രേഷൻ അറിയണം, ml/h കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, മാക്സ് നോക്കാൻ അറിയണം. അപ്പോൾ നമുക്ക് അതിനുള്ള ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്നാ എടുക്കണം? ടോട്ടൽ mg ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 250 mg ആണെങ്കിൽ 250 mg ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ അത് എത്ര ml-ലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 50 ml ആണെങ്കിൽ ടോട്ടൽ 50 ml. അത് ടോട്ടൽ mg ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്ന കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും.
കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എടുക്കാം, അതിൻ്റെ ml/h കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ml/h കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എടുക്കണം, ആദ്യം നമ്മൾ മാക്സ് നോക്കണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നേക്കുന്നത് മാക്സ് ആണ് ഇതിൻ്റെ തന്നേക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ ml/h എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആ ml/h കണ്ടുപിടിക്കാൻ എന്നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, ml/h ഈസ് ഈക്വൽ ടു മാക്സ് ഇൻറ്റു ബോഡി വെയ്റ്റ് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ. ഓൾറെഡി നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടായിരുന്നല്ലോ. അപ്പം മാക്സ് ഇൻറ്റു ബോഡി വെയ്റ്റ് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ. അതുപോലെ മാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ml/h തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ ml/h പറഞ്ഞു എങ്കിൽ അതിൻ്റെ മാക്സ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, മാക്സ് ഈസ് ഈക്വൽ ടു ml/h ഇൻറ്റു കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബോഡി വെയ്റ്റ് ഇൻറ്റു 60. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഒന്നുകൂടെ പറയാം, മാക്സ് ഈസ് ഈക്വൽ ടു ml/h ഇൻറ്റു കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബോഡി വെയ്റ്റ് ഇൻറ്റു 60. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത് നമ്മുടെ എന്തോ പറയുന്നത്, നമുക്ക് അതിൻ്റെ കുറച്ച് ഇഞ്ചക്ഷൻസിൻ്റെ ലോഡിങ്ങുകൾ പഠിക്കാം. അതായത് ഇപ്പം ഡോപ്പമിൻ എന്ന് പറയുന്നത് എത്ര mg ആണ്, 200 mg ആണ്. 1 വയൽ എന്ന് പറഞ്ഞാൽ 200 mg ആണ്. അതിൻ്റെ ഡൈലൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, 200/50. അതായത് 200 mg എന്ന് പറയുന്നത് എത്ര ml ആണ്, 5 ml. അപ്പം 5 ml പ്ലസ് 45 ml NS ഈസ് ഈക്വൽ ടു 50 ml. 50 ml ഈസ് ഈക്വൽ ടു 200 mg. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അടുത്ത ഡോബുട്ടാമൈൻ എന്ന് പറയുന്നത് 250 mg ആണ്. അപ്പം 250 mg എന്ന് പറയുമ്പോൾ അത് എത്ര ml ആണ്, 5 ml. അപ്പം 5 പ്ലസ് 45 ml NS ഈസ് ഈക്വൽ ടു 50 ml ഈസ് ഈക്വൽ ടു 250 mg. അടുത്തത് അഡ്രിനാലിൻ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമ്മൾ 4 ആംബ്യൂൾ എടുക്കണം. 4 ആംബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അത് 4 ml ആയി. 4 ml എന്ന് പറയുന്നത് എത്രയാണ്, 4 mg ആണ്. 4 mg എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് എത്ര ml NS ആഡ് ചെയ്യണം, 46 ml NS ആഡ് ചെയ്ത് അത് 50യിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ 50 ml ആയിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് 4/50 എന്നാണ്. നോറഡിനാലിനും അതുപോലെ തന്നെയാണ്, 4/50 തന്നെ. അത് 2 ആംബ്യൂൾ എന്ന് പറയുന്നതാണ് 4 ml. അതായത് 1 ml എത്രയുണ്ട്, 2 ml ഉണ്ട്. അപ്പോൾ 2 ml പ്ലസ് 2 ml ഈസ് ഈക്വൽ ടു 4 ml. 4 ml പ്ലസ് 46 ml NS ആണ് അത് ചെയ്യേണ്ടത്. അതായത് നോറഡിനാലിന് 2 ആംബ്യൂൾ എടുത്തിട്ടാണ് നമ്മൾ 46 ml ആഡ് ചെയ്യേണ്ടത്. അടുത്ത കോഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 150 mg ആണ് ഒരു കോഡ്രോൺ എന്ന് പറഞ്ഞാൽ. അത് 3 ml ആണ്. അപ്പോൾ അത് നമ്മൾ ഡൈലൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, 5% ഡെക്സ്ട്രോസിലായിരിക്കണം ഡൈലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 47 ml 5% ഡെക്സ്ട്രോസും 150 mg കോഡ്രോണും എടുത്തിട്ട്, അതായത് 3 ml കൂടി എടുക്കുക, 50 ml. അപ്പോൾ 50 ml ഈസ് ഈക്വൽ ടു 150 mg. ഇനി അടുത്ത് സൈലോകാർഡിൻ്റെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, 25 ml പ്ലസ് 25 ml അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 25 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 50 ml വരും. 50 ml ഈസ് ഈക്വൽ ടു 500 mg ആണ് നമുക്ക് സൈലോകാർഡ് അത് ഇൻഫ്യൂഷന് വേണ്ടി എടുക്കുന്നത്. പിന്നെ മഗ്നീഷ്യം ആണെങ്കിലോ, മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ 1 ആംബ്യൂളിൽ 2 ml വെച്ചാണ്. 2 ml എന്ന് പറയുമ്പം നമ്മൾ 12 ആംബ്യൂൾ എടുക്കുമ്പോൾ 24 ml ആവും. 24 ml ഈസ് ഈക്വൽ ടു എത്ര ഗ്രാമാണ്, 12 ഗ്രാമാണ്. അതായത് 1 ആംബ്യൂൾ എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. ഓക്കെ, അപ്പം 24 ml എന്ന് പറഞ്ഞാൽ 12 ഗ്രാം. അപ്പോൾ 12/48 ആണ് നമ്മളതിൻ്റെ കാൽക്കുലേഷൻ എടുക്കേണ്ടത്. അതായത് 24 ml 5% ഡെക്സ്ട്രോസ് എടുത്തിട്ട് 24 ml മാഗ്നീഷ്യം കൂടെ ആഡ് ചെയ്ത് 12 ഗ്രാം ആക്കിയാണ് നമ്മൾ അത് ഇൻഫ്യൂഷന് വേണ്ടി എടുക്കുന്നത്. പിന്നെ അടുത്ത ലാസിക്സിൻ്റെ വരുവാണെങ്കിൽ നമ്മൾ ലാസിക്സ് 1 ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ 2 ml വെച്ചാണെങ്കിലും, അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത് 24 ml ആണ് നമ്മൾ ലാസിക്സ് എടുക്കേണ്ടത്. 24 ml ലാസിക്സ് എടുത്തു കഴിയുമ്പം അത് എത്ര mg ആവും, 240 mg. അതായത് 1 ആംബ്യൂളിൽ എത്ര mg ഉണ്ട്, 20 mg. 20 mg എന്ന് പറഞ്ഞാൽ 2 ml. അപ്പോൾ ലാസിക്സിൻ്റെ എപ്പോഴും കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണ്, 240/24. അതായത് 240 mg ആണ് നമുക്ക് 24 ml കിട്ടുന്നത്. അതിൽ വേറെ ഡൈലൂഷൻ NSO കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് നമ്മൾ 24 ml എടുക്കുക. അതായത് 25 ml സിറിഞ്ചിൽ 24 ml എടുത്ത് നമ്മൾ ഡയറക്റ്റ് അത് ഇൻഫ്യൂഷൻ
എത്ര ml/h ആണ് വേണ്ടി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡൈലൂഷൻ നോ നീഡ് NS or 5% എക്സ്ട്രോസ്. ഇത് പാൻഡോഡാക് ഇൻഫ്യൂഷൻ. പാൻഡോഡാക് ഇൻഫ്യൂഷനും അതുപോലെ തന്നെയാണ്. നമ്മൾ അത് 5 വയൽ എടുത്തിട്ട് 200 mg ആക്കും. നമ്മൾ എന്നിട്ട് അതായത് ഡൈലൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ NS ഒഴിച്ചാണല്ലോ, ടോട്ടൽ ഒരു 50 ml ആക്കി നമ്മൾ ഡൈലൂട്ട് ചെയ്ത് 200/50 എന്നുള്ള കോൺസെൻട്രേഷനിലാണ് പൗണ്ട് ചെയ്ത്. പിന്നെ ഹെപ്പാരിൻ ഇൻഫ്യൂഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വയൽ എന്ന് പറഞ്ഞാൽ 5 ml ആണ്. അപ്പോൾ അത് 25,000 യൂണിറ്റാണ്, ഇൻ്റർനാഷണൽ യൂണിറ്റാണ്. അപ്പോൾ 25,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 25, അതായത് ബൈ 25 എന്നാണ് പറഞ്ഞത്. അതായത് 20 ml NS എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് 5 ml ഹെപ്പാരിൻ എടുത്ത് എന്നിട്ടാണ് ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ GT അല്ലെങ്കിൽ NTG എന്നൊക്കെ പറയും, നൈട്രോഗ്ലിസറിൻ, അതെന്ന് പറയുന്നത് 25/25 എന്നാണ്. 20 ml NS എടുത്തിട്ട് 25 mg, അതായത് 5 ml നൈട്രോഗ്ലിസറിൻ എടുത്തിട്ട് 25 ml ടോട്ടൽ ചെയ്ത് ഇൻഫ്യൂസ് ചെയ്യും. പിന്നെ അടുത്ത നമ്മുടെ അമിനോഫിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ, അതാണെങ്കിൽ നമ്മൾ ഒരു ആംബ്യൂൾ എന്ന് പറയുന്നത് 5 ml ആണ്, അതെന്ന് പറഞ്ഞാൽ 250 mg ആണ്. അപ്പം നമ്മൾ തന്നെ എടുക്കും 45 ml NS കൂടി എടുത്തിട്ട് 45 + 5 എന്ന് പറയുമ്പോൾ അത് 50 ആയി, 250 mg ആയി, അത് ഇൻഫ്യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഐസോപ്രിനാലിനാണ്. ഐസോപ്രിനാലിൻ എന്ന് പറഞ്ഞാൽ 4/50 എന്നാണ് പറയുന്നത്. ഒരു ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ 2 ml ആണ്, അത് 4 mg. അതിനകത്തോട്ട് നമ്മൾ 48 ml 5% എക്സ്ട്രോസ് ആണ് ഐസോപ്രിനാലിന് എടുക്കുന്നത്. അപ്പം 48 ml 5% എക്സ്ട്രോസ് പ്ലസ് 2 ml നമ്മുടെ ഐസോപ്രിനാലിനും കൂടി എടുത്തിട്ട്, അതായത് 2 ml അല്ല 4 ml. 2 ml ആണ് 1 ആംബ്യൂൾ. അപ്പം 4 ml എടുക്കുമ്പോഴത്തേക്ക് 4/50, അതായത് 2 ml എന്ന് പറഞ്ഞാൽ 4 mg ആണ്. 4 ml അല്ല 4 mg. 1 ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ 2 ml ആണ്, 2 ml എന്ന് പറഞ്ഞാൽ 4 mg ആണ്. അപ്പോൾ 48 ml 5% എക്സ്ട്രോസ് പ്ലസ് 2 ml = 50. നമ്മുടെ കാൽക്കുലേഷൻ ഏകദേശം എല്ലാം വരുന്നത് 50 ml ആണ്. പിന്നെ ഇൻ്റഗ്രിലിൻ ആണെങ്കിൽ നമ്മൾ 50 ml ഇൻ്റഗ്രിലിൻ എന്ന് പറയുന്നത് 37.5 mg ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ആ ബോട്ടിലിൽ നിന്ന് എടുത്തിട്ട് ആ 50 ml എടുത്തിട്ട് ഡയറക്റ്റ് ഇൻഫ്യൂസ് ചെയ്യുക, അതിനകത്ത് ആഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും കാര്യങ്ങളും. ഇനി അതിൻ്റെ MGകൾ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ ഫോട്ടോയും കൂടി ഇട്ട് തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഈ ഗ്ലൂക്കോസ് ഇൻസുലിൻ ഡ്രിപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ പറയാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഇൻസുലിൻ അത് ചെയ്യുന്ന 25% എക്സ്ട്രോസ് 100 ml-നകത്തോട്ട് നമ്മൾ എന്നാ എടുക്കണം, 10 യൂണിറ്റ്സ് ഇൻസുലിൻ ഇടും. എന്തിനു വേണ്ടി? ഹൈപ്പർ കലീമിയയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ അത് ഷുഗർ പേഷ്യൻറ്റിൻ്റെ, അതായത് പൊട്ടാസ്യം കൂടി നിൽക്കുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. ഗ്ലൂക്കോസ് ഇൻസുലിൻ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെയുള്ള നമ്മുടെ ഹൈ അലേർട്ട് മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അതിൽ മെയിനായിട്ട് വരുന്നതിൻ്റെ പേരുകൾ ഞാൻ പറയാം. ഹൈ അലേർട്ടായിട്ടുള്ള മെഡിസിൻസ്: അഡ്രിനാലിൻ, ഒപ്പിയോട്സ്, ഇൻസുലിൻ, ഡിഗോക്സിൻ, KCL, പിന്നെയാണ് മെറ്റോപ്രലോള്, ഹെപ്പാരിന്, കെറ്റമിന്, ജൈലോക്കെയിൻ മറ്റേ നമ്മുടെ 2% ജെല്ലിയുടെ അല്ല, ലിഡോക്കെയിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ, ഡെക്സ്ട്രോസ്, പിന്നെ എന്തുവാ NS ഹൈപ്പർട്ടോണിക് >0.9 കോൺസെൻട്രേഷൻ ഉള്ളത്, MGF4 മാഗ്നീഷ്യം, സോഡിയം നൈട്രോപ്രൊസൈഡ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, വാർഫാരിൻ, സുസൈൻ, കൊളൈൻ, വെങ്കുറോണിയം. ഇതെല്ലാം എന്തിനാണ്? ഇതെല്ലാം നമ്മുടെ ഹൈ അലേർട്ട് മെഡിക്കേഷൻസിൽ വരുന്നതാണ്. പിന്നെയുള്ള നമ്മുടെ അറിയാവുന്ന ലാസ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. ലുക്കലൈക്ക്, സൗണ്ട് അലൈക്ക്, അങ്ങനെയുള്ള മെഡിസിൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലുക്കലൈക്ക് മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. മെയിനായിട്ട് വരുന്നത് നമ്മുടെ ടാബാബിലും ടാബ് ലാസിക്സും രണ്ടും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ടാബ് ഒമേസും ടാബ് ലോസാറും അതും അതേപടി തന്നെയാണ്. പിന്നെ ടാബ് അംലോപ്രസും ടാബ് സൈലോറിക്കും അതും ഏകദേശം സെയിം ആണ്. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് വായിക്കാണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ടാബ് ഡൊംസ്റ്റാളും ടാബ് അൾട്രാക്സും അതും ഏകദേശം സെയിം ഇതിൽ തന്നെയാണ്. പിന്നെയുള്ള സൗണ്ട് അലൈക്ക്, അതായത് നമ്മൾ പറയുമ്പോൾ ഒരേപോലെ സൗണ്ട് പ്രൊനൗൺസിയേഷൻ വരുന്ന പോലത്തെ ടാബ് സിഫ്രാനും ടാബ് സഫ്റ്റോ, അതായത് ടാബ് സിഫ്രാനും ടാബ് സഫ്റ്റോ. പിന്നെയുള്ളത് ഇഞ്ചക്ഷൻ ഡോപ്പമിനും ഇഞ്ചക്ഷൻ ഡോബുട്ടാമിനും, ഇഞ്ചക്ഷൻ ഐസോളിനും ഇഞ്ചക്ഷൻ ഐസോപ്റ്റിനും, പിന്നെ ഇഞ്ചക്ഷൻ അപ്റ്റസോളും ഇഞ്ചക്ഷൻ ആസ്പിസോളും, പിന്നെ ടാബും ഇഞ്ചക്ഷൻ എല്ലാം ഒരേപോലെ. പിന്നെ ടാബ് ആംബിസിലിൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആംബിസിലിനും ടാബ് അമോക്സിലിനും. ഇതെല്ലാം ഏകദേശം എന്താണ്, സൗണ്ട് അലൈക്ക് മെഡിസിൻസ് ആണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അബ്രിവിയേഷൻസ്, അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് കുറച്ച് ഒത്തിരിയൊന്നും പറയുന്നില്ല, കുറച്ചൊരു അബ്രിവിയേഷൻസ് എല്ലാവർക്കും അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ.
അങ്ങനെയുള്ള കുറച്ച് ഇത് പറയാം. ഒന്നാമത് നമുക്ക് CRPP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർത്തോയുടെ ഒരു പ്രൊസീജിയറാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ക്ലോസ്ഡ്. C എന്ന് പറയുന്നത് ക്ലോസ്ഡ്, R എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റിഡക്ഷൻ. ക്ലോസ്ഡ് റിഡക്ഷൻ പെർക്യൂട്ടേനിയസ് പിന്നിങ്. പിന്നെ അടുത്ത നമ്മുടെ ORIF എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ റിഡക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, അതാണ് ORIF. പിന്നെ CABG എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇത് ഹാർട്ട് സംബന്ധമാണ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. പിന്നെ നമ്മുടെ LVEF, അതായത് നമ്മൾ എക്കോ ഒക്കെ ചെയ്യുമ്പം അതിനകത്ത് LVEF എന്നൊക്കെ കാണാറുണ്ട്. അതെന്ന് പറയുന്നത് എന്തുവാണ്? ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഇജക്ഷൻ ഫ്രാക്ഷൻ, അതാണ് LVEF. പിന്നെ നമ്മുടെ ഈ CAG ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇത്ര ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെയൊക്കെ ഉള്ളതാണ് TVD, DVD, SVD. TVD എന്ന് പറഞ്ഞാൽ എന്തുവാ? ട്രിപ്പിൾ വെസൽ ഡിസീസ്. DVD എന്ന് പറഞ്ഞാൽ ഡബിൾ വെസൽ ഡിസീസ്. SVD എന്ന് പറഞ്ഞാൽ സിംഗിൾ വെസൽ ഡിസീസ്. പിന്നെ നമുക്ക് പ്രൊസീജിയേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ PTCA എന്ന് പറഞ്ഞാൽ എന്തുവാ? പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനസ് കൊറോണറി ആർട്ടറി. PTMC ഉണ്ട് അതുപോലെ തന്നെ, പെർക്യൂട്ടേനിയസ് ട്രാൻസ്വീനസ് മിട്രൽ കൊമിഷുറോട്ടമി, അതാണ് PTMC. പിന്നെ MVR മിട്രൽ വാൽവ് റീഗർജിറ്റേഷനും ഉണ്ട്, റീപ്ലേസ്മെൻറ്റും ഉണ്ട്. DVR ഡബിൾ വാൽവ് റീപ്ലേസ്മെൻറ്റ്. പിന്നെ AVR എന്ന് പറഞ്ഞാലോ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്. പിന്നെ PS എന്ന് പറഞ്ഞാൽ പൾമനറി സ്റ്റിനോസിസ്. MS എന്ന് പറഞ്ഞാലോ മിട്രൽ സ്റ്റിനോസിസ്. AS എന്ന് പറഞ്ഞാൽ അയോട്ടിക് സ്റ്റിനോസിസ്. പിന്നെയുള്ള നമ്മുടെ കുട്ടികൾക്ക് വരുന്നത് ASD ആർട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. VSD എന്ന് പറഞ്ഞാലോ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടിയത് BT ഷണ്ട് എന്നൊക്കെ പറയുമല്ലോ, BT ഷണ്ട് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാലക് ടോസിക് ഷണ്ട്. പിന്നെയുള്ള TOF നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്, ടെട്രോളജി ഓഫ് പാലറ്റ്. പിന്നെ അടുത്തത് നമ്മുടെ VC എന്ന് പറയുന്നത് നമ്മൾ ഈ വെൻറ്റിലേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡാണ്. അതെന്തുവാണ്? വോളിയം കൺട്രോൾ. അതിൽ വേറെയുള്ളതാണ് SIMV എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രണൈസ്ഡ് ഇൻ്റർമിറ്റൻറ്റ് മാൻഡേറ്ററി വെൻറ്റിലേഷൻ. IPL എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻസ്പിറേറ്ററി പ്രഷർ ലെവൽ. പീപ്പോ ഇതെല്ലാം നമ്മുടെ വെൻറ്റിലേറ്റർ മോഡ്സിലുള്ളതാണ്. പീപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. PSO പ്രഷർ സപ്പോർട്ട്. PC ആണെങ്കിൽ പ്രഷർ കൺട്രോളിൽ. പിന്നെയുള്ള നമ്മുടെ IMV EMV ഒക്കെയാണ്, അത് ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി ആയിട്ടുള്ള മിനിറ്റ് വോളിയംസ്. ITV ETV എന്ന് പറഞ്ഞാലും ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി ടൈഡൽ വോളിയം. പിന്നെ നമുക്കുള്ളത് ബൈപ്പാപ്പാണ്. ബൈപ്പാപ്പിൻ്റെ ഫുൾ നെയിം എന്താ പറയുക? ബൈ ലെവൽ ഇൻസ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷർ, അതാണ് ബൈപ്പാപ്പ് എന്ന് പറഞ്ഞാൽ. ബൈ ലെവൽ ഇൻസ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷർ. അടുത്ത CPAP എന്ന് പറഞ്ഞാലോ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. പിന്നെ നമ്മളെപ്പോഴും കാണുന്നതാണ് FiO2, ഓക്സിജൻ്റെ അളവ് അത് എത്ര വേണം എന്ന് ചോദിക്കുമ്പം FiO2 എന്നൊരു ഇത് കാണാം വെൻറ്റിലേറ്ററിൽ, അതാണ് ഫ്രാക്ഷണൽ ഇൻസ്പയർഡ് ഓക്സിജൻ. PCO2 പാർഷ്യൽ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, അതാണ് PCO2. PO2 പാർഷ്യൽ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ. പിന്നെയുള്ളത് നമ്മുടെ NaHCO3 നമ്മൾ പറയും, അത് ഒരു ഇഞ്ചക്ഷൻ്റെ പേരാണ്. ഏതാണ്? സോഡ ബൈകാർബണേറ്റ് അല്ലെ സോഡിയം ബൈകാർബണേറ്റ്. പിന്നെയുള്ളത് USG, നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കുന്നത് USG എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്രാ സോണോഗ്രാഫി. CRPയുടെ ഫുൾ ഫോം എന്താണ്? C റിയാക്റ്റീവ് പ്രോട്ടീൻ. പിന്നെ അതുപോലെ തന്നെ CPKMB എന്ന് പറഞ്ഞാലോ ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് മയോകാർഡിയൽ ബാൻഡ്. LDH എന്ന് പറഞ്ഞാലോ ലാക്റ്റേറ്റിക് ഡീഹൈഡ്രോജനൈസ്. അടുത്തത് നമ്മുടെ TMT എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ത്രെഡ്മിൽ ടെസ്റ്റ്. അടുത്ത EECP എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ. പിന്നെയുള്ള നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് SGOTയുടെ ഫുൾ ഫോം ചോദിച്ചാൽ എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിട്ടുപോകും. എന്ന് പറഞ്ഞാൽ എന്താണ്? SGOT എന്ന് പറഞ്ഞാൽ സീറം ഗ്ലൂട്ടാമൈൻ ഓക്സിലാക്റ്റിക്
ട്രാൻസ്ലുമിനേസ്. SGPT എന്ന് പറഞ്ഞാലോ സിറം ഗ്ലൂട്ടാമിൻ പ്രയോണിക് ട്രാൻസ്ലുമിനേസ്. ASP എന്ന് പറഞ്ഞാലോ ആസ്പർട്ടേറ്റ് ഫോസ്ഫോകൈനേസ്. ASTO ആസ്പർട്ടേറ്റ് ട്രാൻസമിനേസ്. CAD എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. CHD എന്ന് പറഞ്ഞാൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. ഇത് ആർക്കും അറിയില്ല എന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു റിമൈൻഡിങ് പോലെ എല്ലാവർക്കും ഇടുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ എന്നായിട്ട് നമുക്ക് കുറച്ച് എല്ലാവർക്കും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ. INR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ, അതാണ് INR. അടുത്ത CBS എന്ന് പറഞ്ഞാലോ ക്യാപ്പിലറി ബ്ലഡ് ഷുഗർ, അത് GRBS എന്നൊക്കെ പറയുന്ന പോലെ ക്യാപ്പിലറി ബ്ലഡ് ഷുഗർ. PRVC എന്ന് പറഞ്ഞാൽ പ്രഷർ റെഗുലേറ്റഡ് വോളിയം കൺട്രോൾ. പിന്നെയുള്ള നമ്മുടെ SVC IVC ഒക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ സുപ്പീരിയർ വീനയ്ക്കാവേ ഇൻഫീരിയർ വീനയ്ക്കാവേ. പിന്നെയുള്ള CRRT ചെയ്യാൻ പറഞ്ഞാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതാണ് CRRT. RRT എന്ന് പറഞ്ഞാലോ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് RRT, റാപ്പിഡ് റെസ്പോൺസ് ടീം, അല്ലെങ്കിൽ രണ്ടാമത് വേറുള്ളത് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഇത് രണ്ടിനും നമ്മൾ RRT എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ക്രിയാറ്റിൻ ലെവലിൻ്റെയൊക്കെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ബ്ലഡ് നോക്കുമ്പോൾ ബൺ അല്ലെങ്കിൽ BUN എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് യൂറിയ നൈട്രജൻ, യൂറിയ നോക്കുന്നതിൻ്റെയാണ്. പിന്നെ PCV പാക്ഡ് സെൽ വോളിയം. പിന്നെയുള്ള നമ്മുടെ ECGയുടെ ഫുൾ ഫോം എന്നാ? ഇലക്ട്രോ കാർഡിയോഗ്രാം. പിന്നെ HIV ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂൺ വൈറസ്. പിന്നെയുള്ള PFT എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. PE എന്ന് പറഞ്ഞാലോ പെരികാർഡിയൽ എഫ്യൂഷൻ അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ. പിന്നെയുള്ളത് നമുക്ക് VPBS എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ പ്രിമച്വർ ബീറ്റ്സ്, അതാണ് VPBS. AFO ആട്രിയൽ ഫിബ്രിലേഷൻ. VF എന്ന് പറഞ്ഞാലോ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. VT എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ ടക്കികാർഡിയ. RHD എന്ന് പറഞ്ഞാലോ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. IHD എന്ന് പറഞ്ഞാൽ ഇസ്കിമിക് ഹാർട്ട് ഡിസീസ്. CAG എന്ന് പറഞ്ഞാലോ കൊറോണറി ആൻജിയോഗ്രാം. SCD എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ കാർഡിയാക് ഡെത്ത്, അതാണ് SCD, സഡൻ കാർഡിയാക് ഡെത്ത്. ICD എന്ന് പറഞ്ഞാലോ ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ, അതാണ് ICD, ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ. SRVT എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് റൺ വെൻട്രിക്കുലാർ ടക്കികാർഡിയ, അതാണ് SRVT. IABP എന്ന് പറഞ്ഞാലോ ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ്, അതാണ് IABP, ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ്. ABG നമ്മളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, അതാണ് ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. അടുത്ത ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഡാഷ്ബോർഡ്, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ, അതാണ് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. പിന്നെയുള്ളത് IBW എത്രയാണ് ചോദിക്കുക? ഐഡിയൽ ബോഡി വെയ്റ്റ്. പിന്നെയുള്ളത് PEA, നമ്മുടെ ECGയിൽ നമുക്ക് വരുന്നൊരു ഇതാണ് ഈ PEA കിട്ടിയെന്ന് പറയും, അങ്ങനെ പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. പിന്നെയുള്ളത് RFA എന്ന് നമ്മുടെ ഒരു പ്രൊസീജിയറാണ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. RFA റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. പിന്നെ നമ്മുടെ ബ്ലഡിലേക്ക് വീണ്ടും വരുമ്പോൾ കൊളസ്ട്രോളിൻ്റെ ലെവലുകളിൽ LDL എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. HDL എന്ന് പറഞ്ഞാലോ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. പിന്നെയുള്ളത് നമ്മുടെ MRIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതാണ് MRI. PET എന്ന് പറഞ്ഞാലോ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി, അതാണ് PET. അടുത്ത FFP എന്ന് പറയുമ്പോൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ. EPAP എന്ന് പറഞ്ഞാലോ എൻഡ് പോസിറ്റീവ് എയർവേ പ്രഷർ, അതായത് നമ്മുടെ ബൈപ്പാപ്പിൽ വരുന്ന രണ്ടാണ് EPAPും IPAPും, ഇൻസ്പിറേറ്ററി എയർവേ പ്രഷറും എൻഡ് പോസിറ്റീവ് എയർവേ പ്രഷറും. പിന്നെയുള്ള ITP ഇൻട്രാ തൊറാസിക് പ്രഷർ, അതാണ് ITP. പിന്നെയുള്ളത് നമുക്ക് വരുമ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നുണ്ട്, നമുക്കത് ഹിമോളൈസിസ്, എലിവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, പ്രീ എക്ലാംപ്റ്റിക് സ്റ്റേറ്റ്. ഇത്രയും ഒരു ഇച്ചിരി നീളമുള്ളൊരു അബ്രിവേഷനാണ്. പിന്നെ റോഡ് എന്ന് പറഞ്ഞൊരു അബ്രിവേഷൻ വരുന്നുണ്ട്, ROAD,
റിവേഴ്സിബിൾ ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്, അതായത് നമ്മുടെ COPD പോലെ തന്നെ വരുന്നതാണ് കൊറോണ, അതായത് CROAD, റോഡ് റിവേഴ്സിബിൾ ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. മറ്റേ COPD എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. UTI, യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. URTI എന്ന് പറഞ്ഞാലോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. നമ്മൾ SSI എന്ന് പറയാറുണ്ട്, അതെന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. പിന്നെയുള്ള ARDS എന്ന് പറഞ്ഞാൽ എന്തുവാ? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, അതാണ് ARDS. CRF എന്ന് പറഞ്ഞാൽ ക്രോണിക് റീനൽ ഫെയിലിയറും ARF എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റീനൽ ഫെയിലിയറും. പിന്നെയുള്ളത് IRV, ഇൻസ്പിറേറ്ററി റെസിഡ്യുവൽ വോളിയം. CSF എന്ന് പറഞ്ഞാലോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. MROM എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽ റേഞ്ച് ഓഫ് മോഷൻ, അതാണ് MROM. എന്നാൽ JROM ജോയിൻറ്റ് റേഞ്ച് ഓഫ് മോഷൻ. FRC എന്താണ്? ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. പിന്നെ JVP എന്ന് പറഞ്ഞാൽ ജുഗുലാർ വീനസ് പ്രഷർ. CVPയോ സെൻട്രൽ വീനസ് പ്രഷർ. അതാണ് JVP CVP തമ്മിലുള്ള വ്യത്യാസം. JVP എന്ന് പറഞ്ഞാൽ ജുഗുലാർ വീനസ് പ്രഷറും CVP എന്ന് പറഞ്ഞാൽ സെൻട്രൽ വീനസ് പ്രഷറുമാണ്. എന്നാൽ ABP എന്ന് പറഞ്ഞാലോ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ, അതാണ് ABP, ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ. LAP എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആർട്ടീരിയൽ പ്രഷർ. RVPയോ റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ. ACT എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ക്ലോട്ടിംഗ് ടൈമാണ്. ACT ആക്ടിവേറ്റഡ് ക്ലോട്ടിംഗ് ടൈം. പിന്നെയുള്ള നമ്മുടെ SV, അതായത് സ്ട്രോക്ക് വോളിയം. പിന്നെ ICD ഇൻ്റർ കോസ്റ്റൽ ഡ്രെയിനേജ്, അതാണ് ICD എന്ന് പറയല്ലേ, ICTD എന്ന് പറയും, ഇൻ്റർ കോസ്റ്റൽ ട്യൂബ് ഡ്രെയിനേജ്. DVT ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ACE എന്ന് പറഞ്ഞാൽ എന്താ? ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, ACE ഇൻഹിബിറ്റേഴ്സ്. പിന്നെ HD എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസും PD എന്ന് പറഞ്ഞാൽ പെരിട്ടോണിയൽ ഡയാലിസിസും. HF എന്ന് പറഞ്ഞാലോ ഹീമോ ഫിൽട്രേഷൻ. TA എന്ന് പറഞ്ഞാൽ COA എന്ന് പറഞ്ഞാൽ കോയാക്കുലേഷൻ ഓഫ് അയോട്ട. പിന്നെ LBBB എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. RBBയോ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. TEE എന്ന് പറഞ്ഞാൽ എന്താ? TEE ട്രാൻസ് ഈസോഫാജിയൽ എക്കോഗ്രാഫി, അതാണ് TEE, ട്രാൻസ് ഈസോഫാജിയൽ എക്കോഗ്രാഫി. ഹട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹെഡ് അപ്പ് ടിൽറ്റ് ടെസ്റ്റ്. TMRO ട്രാൻസ് മയോകാർഡിയൽ റീവാസ്കുലറൈസേഷൻ, അതാണ് TMR. SMR സ്കെലിറ്റൽ മസിൽ റിലാക്സൻറ്റ്. SRVT ഷോർട്ട് റൺ വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ, അതാണ് SRVT. അല്ലെങ്കിൽ SVT എന്ന് പറഞ്ഞാലോ സുപ്രാ വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ. CRTD എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോണറി റീസിങ്ക്രണൈസിങ് തൊറാസിക് ഡിവൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് അബ്രിവിയേഷൻസും ഇൻജക്ഷൻസും BLSൻ്റെ ഒരു ചെറിയ കാര്യങ്ങളും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് നമുക്ക് എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഒരു ICUയിലേക്ക് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമോ, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ICUയിലേക്ക് വരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാഫിനുള്ള റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ സ്റ്റാഫ് എന്തൊക്കെ ചെയ്യണം, അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതെന്ന് ഇപ്പോൾ നമ്മൾ ICUയിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ റെഡി ആക്കണം, എന്തൊക്കെ അറിയണം, അതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്നാണ് റിസീവിങ് ന്യൂ അഡ്മിഷൻ. പിന്നെ എന്നാ എടുക്കാം, നമ്മുടെ ഈ യൂണിറ്റ് എല്ലാം റെഡി ആയിരിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബെഡ് പ്രിപ്പയർ ആയിരിക്കണം. അതായത് നമ്മുടെ വരുന്ന പേഷ്യൻറ്റിൻ്റെ ഏജിനും കണ്ടീഷനും അനുസരിച്ച് നമ്മൾ ബെഡ് റെഡി ആക്കിയിരിക്കണം. പിന്നെ എമർജൻസി മെഡിക്കേഷൻസ് എല്ലാം റെഡി ആയിരിക്കണം. IV ഫ്ലൂയിഡ്സൊക്കെ റെഡി ആവണം. വെൻറ്റിലേറ്ററും മോണിറ്ററും എല്ലാ എക്യുപ്മെൻറ്റ്സും സക്ഷനും എല്ലാം ഓക്കെ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് പേഷ്യൻറ്റിനെ റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്നാ എടുക്കണം, ആദ്യം പേഷ്യൻറ്റിനെ നമ്മുടെ ഒന്നീ ഹോസ്പിറ്റൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഡ്രസ്സിലേക്ക് ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ ഡ്രസ്സ് ആക്കുക. പിന്നെ എന്നാ എടുക്കണം, നമ്മൾ മോണിറ്റർ അറ്റാച്ച് ചെയ്യുക, ECG, സാച്ചുറേഷൻ, BP, 12 ECG വേണമെങ്കിൽ അതെല്ലാം നമ്മൾ എടുക്കുക. പിന്നെ എന്താണ്, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കുക. പിന്നെ നമുക്ക് എന്നാ എടുക്കണം, പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക, ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക,
ഡയറ്റീഷ്യൻ ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യനെ ഇൻഫോം ചെയ്യുക. എക്സ്റേ, എക്കോയ് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ എല്ലാം ടെക്നീഷ്യന്മാരെ ഇൻഫോം ചെയ്യുക. നമുക്ക് പേഷ്യൻറ്റിന് എന്താണെങ്കിലും അഡ്മിഷൻ വന്ന് ICU ആണല്ലോ, നമുക്കതെല്ലാം ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിനും വിളിക്കുക. പിന്നെ എന്നാ എടുക്കണം, പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുക. അതായത് പ്രസൻറ്റും പാസ്റ്റും ഹിസ്റ്ററി എടുക്കുക, ഫാമിലി ഹിസ്റ്ററി എടുക്കുക. പിന്നെ എന്തെങ്കിലും അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടാണ്ട് അതെല്ലാം പേഷ്യൻറ്റ് ബൈസ്റ്റാൻഡറിൽ നിന്നോ പേഷ്യൻറ്റ് കോൺഷ്യസ് ആണെങ്കിൽ പേഷ്യൻറ്റിൽ നിന്നോ എടുക്കുക. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഓർഡർ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലോപ്സ് ഒബ്സർവ് പേഷ്യൻറ്റിനെ ചെയ്ത് നമ്മുടെ വൈറ്റൽ സൈൻസ് ഒക്കെ അത് അക്കോർഡിംഗ്ലി റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ആ പേഷ്യൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കെയർ പ്ലാൻ, അതായത് പ്ലാൻ എന്തൊക്കെയാണെന്നുള്ള കെയർ കൊടുക്കാനുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി റെക്കോർഡ് ചെയ്ത് നമ്മളതനുസരിച്ച് പ്ലാൻ പോവുക. പിന്നെ ചെയ്യേണ്ടത് എന്നാണ്, നമുക്കിപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എവിടെയായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക, അതെല്ലാം കഴിഞ്ഞ് പേഷ്യൻറ്റ് ഓക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. എവിടെ നിന്നാണോ പേഷ്യൻറ്റ് വന്ന് അതിനുള്ള എങ്ങനെയാണ് പേഷ്യൻറ്റ് കെയർ ആവശ്യമുള്ള എമർജൻസി കെയറാണ് വേണ്ടിയെങ്കിൽ ആ എമർജൻസി കെയറുകൾ കൊടുത്തേക്കുക. പിന്നെ നമ്മൾ ആ പേഷ്യൻറ്റ് ഓക്കെ ആയി പേഷ്യൻറ്റ് നമ്മൾ വേറെ വാർഡിലേക്കോ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യണം. എന്തൊക്കെ ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ഓവർ ഫുള്ളായിട്ട് വന്നപ്പം തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ എങ്ങോട്ടാണോ വിടുന്നത് അവിടെയോട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക, പേഷ്യൻ്റെ റെക്കോർഡ്സ് കൊടുക്കുക, പേഷ്യൻ്റെ ആർട്ടിക്കിൾസ് സാധനങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ ബെഡ് സൈഡിലുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇൻവെൻട്രി ഒക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തു. ഇനി നമ്മളുടെ ഒരു ഫ്ലോറിലേക്കാണ് അല്ലെങ്കിൽ ഒരു വാർഡിലേക്കാണ് പേഷ്യൻറ്റ് വരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്റ്റാഫ് എന്ത് ചെയ്യണം, നമ്മൾ ആ പേഷ്യൻ്റ് എമർജൻസി കെയർ വല്ലതും വേണ്ടിയാണെങ്കിൽ അത് കൊടുക്കുക ആദ്യം. എന്നിട്ട് പേഷ്യൻറ്റിനെ എടുക്കണം, നമ്മൾ പേഷ്യൻ്റെ കാര്യങ്ങൾ മൊത്തം ഹാൻഡ് ഓവർ എടുക്കുക. എവിടെ നിന്നാണോ പേഷ്യൻറ്റ് വരുന്നത് അതിൻ്റെ പേഷ്യൻ്റെ ഹാൻഡ് ഓവർ എടുക്കുക. ആവശ്യമുള്ള ആ സാധനങ്ങൾ ഇൻവെൻട്രിയൊക്കെ റെഡിയാക്കുക. പിന്നെ എന്നെ എടുക്കണം, പേഷ്യൻറ്റിൻ്റെ അസസ്മെൻ്റ് എടുക്കുക. ഓരോ ഷിഫ്റ്റിൽ നിന്ന് മാറി മാറി നമ്മൾ പേഷ്യൻറ്റിൻ്റെ അസസ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുക. പേഷ്യൻ്റെ പ്രോഗ്രസ് നോട്ട് എഴുതുക. പേഷ്യൻ്റ് എങ്ങനെയുണ്ട്, പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ എഴുതുക. പിന്നെ പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് ഒബ്സർവ് ചെയ്ത് അവർലി ഒബ്സർവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതൊന്ന് ഒബ്സർവ് ചെയ്ത് എപ്പോഴും നമ്മൾ കൂടെ തന്നെ ക്ലോസ് ഒബ്സർവേഷനിൽ ഉണ്ടാവുക. ഇൻടേക്ക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മെഡിക്കേഷൻസ് ആവശ്യമായ സമയത്ത് ഡോക്ടർ പറഞ്ഞേക്കുന്ന സമയങ്ങളിൽ കൊടുക്കുക. പേഷ്യൻറ്റിന് എന്ത് കാര്യങ്ങൾക്കും അവരുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. കണ്ടിന്യൂസ് ഹീമോഡൈനാമിക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ECG ആവശ്യമുണ്ടെങ്കിൽ ECG എടുക്കുക. നമ്മളിപ്പം വല്ല പേസ് മേക്കറോ അങ്ങനെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് മാഗ്നറ്റും വിത്ത് മാഗ്നറ്റും ECG എടുക്കുക. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡ് എടുക്കുക, അത് ബില്ല് ചെയ്യിപ്പിക്കുക, സെൻഡ് ചെയ്യുക ലാബിലേക്ക്. പിന്നെ നമ്മൾ റിപ്പോർട്ട് കളക്ട് ചെയ്യുക, അത് ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. ഇത്രയും ഒരു പ്രോസസ്സിങ് പോലെ നടക്കുക. പിന്നെ ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ഒരു വാർഡിൽ പേഷ്യൻറ്റിൻ്റെ റിസീവിങ്. ഓക്കെ, പിന്നെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്തുവാണ്, എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ എടുക്കണം, ഹാൻഡ്സ് വാഷ് ചെയ്തിട്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ പോകുള്ളൂ. അതായത് സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ കെയർ, അതായത് നമ്മൾ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ കാണും, അതനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ CPRൻ്റെ ക്ലാസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ CPRനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എൻ്റെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും, ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.